എറണാകുളം ജില്ലയിലെ കിഴക്കു പ്രദേശമായ മൂവാറ്റുപുഴ താലൂക്കിലാണ് പിറവം. മനോഹരിയായ മൂവാറ്റുപുഴയാറിന്റെ തീരപ്രദേശം, വിശുദ്ധ രാജാക്കന്മാരുടെ നാട് എന്ന ഐതിഹ്യത്താൽ പ്രസിദ്ധമായ മലയോര നഗരം, തൃപ്പാഴൂരപ്പന്റെ നിറസാന്നിധ്യം കൊണ്ടും പാഴൂർ പടിപ്പുരയുടെ ഖ്യാതി കൊണ്ടും ചരിത്രത്തിൽ ഇടം നേടിയ നാട്. ഇവിടെ നിന്നും അകലെയല്ലാത്ത ദൂരത്താണ് മാലാഖ വല്യച്ഛൻ എന്ന ഓമനപ്പേരോടെ ജാതിമതഭേദമന്യേ വിശ്വാസത്തിന്റെ ദിവ്യപ്രഭയായി വിളങ്ങുന്ന സെന്റ് മൈക്കിൾസ് കോളങ്ങായി പള്ളി. ആയിരത്തി 1839 7 ഇടവകക്കാരുമായി ഒരു ഓലമേഞ്ഞ കുടിലിൽ തുടക്കം കുറിച്ച ഈ കൂട്ടായ്മ ഒരു ജനതയുടെ ആത്മീയ വളർച്ചയ്ക്കൊപ്പം പള്ളിയും ഇടവക ജനങ്ങളും വളർന്ന് മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു. ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലായിരുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ദേവാലയം വികസനോന്മുഖമായ മാറ്റത്തിന്റെ പാതയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചേർക്കപ്പെടുകയായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൊടും കാട്ടുപ്രദേശമായിരുന്ന ഈ പ്രദേശം കാട്ടുമൃഗങ്ങളുടെ ആക്രമത്താൽ നിരന്തരം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒറ്റത്തടിയിൽ തീർത്ത വിശുദ്ധന്റെ രൂപം അത്രയേറെ പഴക്കം ചെന്നതാണെന്നും പൂർവികർ പറയുന്നു. അനുദിന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പൈശാചിക ശക്തികളെ തുരത്താൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന മിഖായേൽ മാലാഖ ദേശത്തിന്റെ തന്നെ രക്ഷകനായി മാറിയിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മാലാഖയുടെ അനുഗ്രഹത്തിന്റെ കനിവ് ലഭിക്കുന്നു എന്നത് പ്രശസ്തമാവുന്നു. യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന കാലത്ത് ദൂരദേശങ്ങളിൽ നിന്ന് പോലും പുഴ കടന്ന് വിശ്വാസികൾ എത്തിയിരുന്നു. ജീവിതത്തിൽ തങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചറിയാൻ പാഴൂർ പടിപ്പുരയിലെത്തുന്ന വിശ്വാസികൾക്ക് അതിന്റെ പരിഹാരമെന്നോണം കോളങ്ങായി മാലാഖ പള്ളിയിലെ ശക്തി അറിയാവുന്ന ജ്യോതിഷികൾ പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്ന രീതി ഇപ്പോഴും തുടരുന്നു. കുടുംബ ബന്ധങ്ങളിലും സാമ്പത്തിക പരാധീനതകളിലും ഉഴലുന്ന മനസ്സുകൾക്ക് എന്നും ഒരു ആശ്വാസ കേന്ദ്രമായി മാറുന്നു വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ഈ പുണ്യ ദേവാലയം. മിഖായേൽ മാലാഖയെ പറ്റി പറയുമ്പോൾ സ്വർഗത്തിലെ 9 വർണ്ണം മാലാഖമാർ, 9 വിഭാഗം മാലാഖമാരിലെ ഒരു വിഭാഗത്തിൻ്റെ, അതായത് മുഖ്യദൂതന്മാരെന്ന് പറയും, ആ മുഖ്യദൂതന്മാരുടെ നേതാവാണ് മിഖായേൽ. തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക അനുഗ്രഹവും ആ മാലാഖയോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതായി ഓരോരുത്തരുടെ അനുഭവം പറയുന്നു. അതുകൊണ്ട് കൂടുതലായിട്ടും പൈശാചിക ശക്തികൾക്ക് നിന്ന് മോചനം നേടാൻ മാലാഖയോട് പ്രാർത്ഥിക്കാറുണ്ട്. അടിമവയ്ക്കലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാലാഖയായിട്ട് അവരുടെ ആ പ്രാർത്ഥനയും എല്ലാം ഉൾക്കൊണ്ട് ഒരു സമൂഹമായിട്ട് വളങ്ങായി പള്ളിയിൽ ആ ഒരു ഭക്തിധാരാട്ടം ഉണ്ടായിരുന്നു. ഇന്നത് നിലനിന്നുകൊണ്ട് പോകുന്നു. വർഷാവർഷം മെയ് മാസം 2ാമത്തെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിശുദ്ധ തിരുനാൾ ആഘോഷിക്കപ്പെടുമ്പോൾ അതൊരു സമുദായത്തിന്റെ ആചാരങ്ങളെക്കാളുപരി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന, തങ്ങളുടെ കാവൽ ദൂതനായ വിശുദ്ധന്റെ തണലിൽ കഴിയുന്ന ഒരു ദേശത്തിന്റെ ആത്മസന്തോഷത്തിന്റെ ദിനങ്ങളായി മാറുന്നു.